ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ? കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഉണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. യുവർ റഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് CUET-യുടെ നെക്സ്റ്റ് നമ്മുടെ മുമ്പിലുള്ളത് 45 ഡേയ്സ് ആണ്. അപ്പം ഈ 45 ഡേയ്സ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു ലാസ്റ്റ് ലാപ്പിലേക്ക് കടന്നു. ഓക്കെ, ആയിക്കോട്ടെ. ഞാനിപ്പം കുറച്ച് ആളുകളോട് അവരുടെ കറണ്ട് സ്റ്റാറ്റസ് ഒന്ന് ചോദിക്കുകയാണ്. മേ ബി കുറച്ച് കുട്ടികളെ ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്യാണ്, നമ്മുടെ 45 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളെയും. അവർ ഇന്നു മുതൽ പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികളാവും. മേ ബി നമുക്ക് നേരത്തെ തന്നെ ജോയിൻ ചെയ്ത അവസാനത്തെ 45 ഡേയ്സിന്റെ ഇന്റൻസീവ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ മുൻ ബാച്ചിലുള്ള വിദ്യാർത്ഥികൾ ഇതിലുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ബാച്ചിലുള്ള കുട്ടികളോട് ഒന്ന് രണ്ടൊന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ? വൺസ് കംപ്ലീറ്റ് ചെയ്തോ? റിവിഷൻസ് കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ടോ എന്നുള്ളത്. നമുക്ക് റഫ ഓഡിയബിൾ ആണോ? ഹലോ, റഫ ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ് സർ. ഓക്കെ, എന്താണ് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ? നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ വൺസ് ഒരു വട്ടം ക്ലാസ്സുകൾ കവർ ചെയ്ത് ഓൾമോസ്റ്റ് ക്ലാസ്സുകളൊക്കെ പെൻഡിങ് ആണോ, ഇനി അല്ല കവറഡ് ആണോ, അല്ലെ പെൻഡിങ് ആണോ? എന്താണ് കാര്യങ്ങളെന്ന് അറിയിക്കോ? കുറച്ചുകൂടി കവറപ്പ് ചെയ്യാണ്ട്. കുറച്ചുകൂടി കവറപ്പ് ചെയ്യാണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഏതൊക്കെ പേപ്പേഴ്സ് ആണ് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് എക്സാമിന്, അപ്ലിക്കേഷന്? ഞാൻ 5 സബ്ജക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ജനറലും, പിന്നെ ലാംഗ്വേജ്, ഓക്കെ, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, ആയിക്കോട്ടെ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രൈമറി ആയിട്ട് നോക്കുന്നത്? ഹൈദരാബാദ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ. ദിയ, കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? കേൾക്കണുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മോക്ക് ടെസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കംപ്ലീറ്റ് സബ്ജക്റ്റുകളുടെ മോക്ക് ടെസ്റ്റുകൾ കവറപ്പ് ചെയ്തിരുന്നോ? അത്യാവശ്യം ടെസ്റ്റുകൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, ആയിക്കോട്ടെ. ഇപ്പം പിന്നെ ബാക്കിയുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണ്. ഞാൻ ലേറ്റസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിരുന്ന അഞ്ജന, അതുപോലെ തന്നെ ബാക്കിർ, മറ്റു സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഞാൻ ബേസിക്കലി ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്കുള്ള ഒരു കാര്യം പറയാനുള്ളത്, എന്റെ പേര് ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇതില് ഈ ഒരു മീറ്റിംഗിൽ എന്റെ പേരെന്താ കൊടുത്തിരിക്കുന്നത്? ആർക്കെങ്കിലും റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു സെഷനിൽ? ആർക്കെങ്കിലും റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്റെ പേരെന്താ ഇതിലെന്ന്? യൂസർ നെയിം സ്വാലിഹ് എന്ന് മാത്രമാണോ? ഓക്കെ, സ്വാലിഹ് CUK. ദെൻ ഓക്കെ, റൈറ്റ്. ഒരാളല്ലേ. എന്താണ് ഈ CUK-ന്റെ ഫുൾ ഫോം? എന്താണ് CUK-ന്റെ ഫുൾ ഫോം? ആർക്കെങ്കിലും അറിയോ? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അല്ലേ? എനിക്ക് നെക്സ്റ്റ് നിങ്ങളുടെ ഒരു 45 ഡേയ്സിന് ശേഷം, ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും, ഇപ്പൊ റഫ ആണെങ്കിൽ എനിക്ക് റഫ HCU എന്ന് സേവ് ചെയ്യാൻ പറ്റുന്ന കോലത്തിൽ നിങ്ങൾ മാറണം. റഫ HCU എന്ന് പറഞ്ഞാൽ HCUലെ സ്റ്റുഡന്റ് ആയിട്ടുള്ള റഫ അല്ലെ? നെക്സ്റ്റ് നിങ്ങൾ ലൈവില് ഞാൻ പറയാണ്, അടുത്ത ഈ ഒരു 40 ദിവസം എങ്ങനെയാണ് ക്ലാസ്സുകൾ വർക്ക് ചെയ്യുക, കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പം അതിൽ നിങ്ങൾ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ പേരും സൂം മീറ്റിംഗിൽ തുടക്കത്തിൽ കയറുമ്പം ഒരു പേരടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ? അപ്പൊ എല്ലാവരും അവിടെ പേര് ചേഞ്ച് ചെയ്തിട്ട് റഫ ആണെങ്കിൽ റഫ HCU എന്ന് ചേഞ്ച് ചെയ്യണം. ദിയ എവിടെയാണോ, ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പേര് കൊടുക്കണം. ബാക്കിർ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കിർ അതിന്റെ കൂടെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് കൊടുക്കുക. അത് നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് അല്ലെ? ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തും, എനിക്ക് പഠിച്ചിട്ട് അവിടെ എത്താൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളെ തന്നെ നമ്മൾ അവിടെ പ്രതിഷ്ഠിക്കുക എന്ന് പറയല്ലോ. നമ്മൾ അതിന് ഇപ്പം നമുക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ കാണുന്ന പോലത്തിൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്യാം. ഈ ഒരു പേര് ഞാൻ യാഥാർത്ഥ്യമാക്കി എടുക്കുന്ന നിലക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഡ്രീം തന്നെ സെറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിലേക്ക്? ഓക്കെ, ഇതില് 5 മണിക്ക് എഴുന്നേൽക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ, റമീസ് ഒരാള് റൈസ് ഹാൻഡ് ചെയ്തു. വേറെ?
വേറെ ആരും ഇല്ലേ 5 മണിക്ക് എഴുന്നേൽക്കുന്നേ? ഡാൻജറി മാത്യു, ജിയ മേരി തോമസ്, വേറെ ഷെവോമി 251 എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ നെയിമിലുള്ളത് ആരാ? അയാളെ നെയിം ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അനുപമ. ഓക്കെ ഓക്കെ ഓക്കെ, ഷുവർ ഷുവർ. പിന്നെ യുവൽ റഷൻ. ഓക്കെ, ആയിക്കോട്ടെ. ഇവരൊക്കെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാണ്. 5 മണിക്ക് എഴുന്നേറ്റിട്ട് എന്തൊക്കെയാണ് പണികൾ? ഏതെങ്കിലും ഒരാൾ ഒരു വോയിസ് തുറന്നിട്ട് പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ? കമന്റ് ബോക്സിൽ ഇട്ടാലും മതി. നിങ്ങൾ ആരും ഒരു ഇന്ററാക്ഷൻ ഇതില്ലല്ലോ, എന്താണ്? പഠിക്കും, ഫ്രഷ് ആയി പഠിക്കാനിരിക്കും. ഓക്കെ ഓക്കെ, ഫ്രഷ് ആയി പഠിക്കാനിരിക്കും. ഇതേ കാര്യമാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്? ഇനി നമ്മൾ അടുത്തൊരു 45 ഡേയ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് 5 AM ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, 5 മണിക്ക് എഴുന്നേറ്റിട്ട് പഠനം തുടങ്ങുക എന്നുള്ളതാണ് 45 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ 45 ഡേയ്സ് ഇന്റൻസ് കോച്ചിങ്ങിൽ വരുന്ന എല്ലാവർക്കും ഉള്ള നെക്സ്റ്റ് അസൈൻമെന്റ്. ഓക്കെ, 5 മണിക്ക് എഴുന്നേൽക്കുക. 5 മണിക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 6 മണി വരെ നിങ്ങളുടെ ഡെയിലി റൊട്ടൈൻ, ഒരു പ്രയർ അല്ലെങ്കിൽ ഫ്രഷ് ആവുക. എന്നിട്ട് 6 മണി ആവുമ്പം എല്ലാവരും നമ്മുടെ CUET ഫൈനൽ ബാറ്റിൽ 2026 എന്ന ഗ്രൂപ്പിൽ വന്നിട്ട് ഹായ് പറയാം. ഹായ് സാർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും അവിടെ നിങ്ങൾ ഒരു കോട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, നിർബന്ധമായിട്ട്. ഇതാണ് നാളെ മുതലുള്ള ഫസ്റ്റ് ടാസ്ക്. അപ്പം 5 മണിക്ക് എഴുന്നേറ്റിട്ട് 6 മണി മുതൽ 8 മണി വരെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ജനറൽ ടെസ്റ്റ് പഠിക്കുന്നു. ഓക്കെ, 6 മണി മുതൽ 8 മണി വരെ നമ്മൾ ജനറൽ ടെസ്റ്റ് പഠിക്കുന്നു. അതിനുശേഷം ജനറൽ ടെസ്റ്റിന്റെ എന്ത് ചെയ്യുന്നു? ടെസ്റ്റുകൾ ചെയ്യുന്നു. അതിനുശേഷം ഒരു 8 മണി മുതൽ 9 മണി വരെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ പോവുക. 9 മണി മുതൽ 10 മണി വരെ ഡെയിലി റീഡിങ്സ്. ഓക്കെ, CUETക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ന്യൂസ് പേപ്പർ റീഡിങ് എന്നുള്ളതാണ്. ഓക്കെ, 9 മണി മുതൽ 10 മണി വരെ നിങ്ങൾ നിർബന്ധമായിട്ടും ന്യൂസ് റീഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ന്യൂസ് റീഡ് ചെയ്തിട്ട് ഡെയിലി നിങ്ങൾക്ക് ന്യൂസ് നിന്ന് കിട്ടിയിട്ടുള്ള GK കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യാം. ഇതാണ് അടുത്ത നെക്സ്റ്റ് ടാസ്ക്, ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യാം. ഇതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള ടാസ്ക് വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ എത്രയായി? 10 മണി വരെയായി. 10 മണി മുതൽ 11 മണി വരെ നിങ്ങൾക്ക്, അല്ല, 10 മണി മുതൽ 12 മണി വരെ നിങ്ങൾക്ക് ഡൊമൈൻസിന്റെ ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, 10 മണി മുതൽ 12 മണി വരെ നിങ്ങൾ ഡൊമൈൻസിന്റെ ക്ലാസ്സുകൾ കാണുക. അതിനുശേഷം 12 മണി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിന്റെ ടെസ്റ്റുകൾ ചെയ്യാം. 12 മണി ഈ ഡൊമൈൻസ് നിങ്ങൾ ഏതാണോ കാണുന്നത് അതിന്റെ 2 ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും ഫൗണ്ടേഷൻ മോക്ക് ടെസ്റ്റുകളും നിർബന്ധമായിട്ടും ചെയ്യാം. ഇത് ഞാൻ നാളെ മുതൽ മെയ് 11 വരെയുള്ള കറക്റ്റ് നിങ്ങളുടെ ഡെയിലി പ്ലാൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഡൊമൈൻസ് ചെയ്യാം. 1 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക്. 2 to 4 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവിഷൻ കാര്യങ്ങൾ നടത്താം. ഓക്കെ, ഈ രാവിലെ പഠിച്ച 2 കാര്യങ്ങളും റിവിഷൻ നടത്തുക. അതിനുശേഷം ഈവനിങ് നിങ്ങൾ ഫ്രീ ആണ്. 4 to 6 ഫ്രീ ആണ്. നൈറ്റ് മാർച്ച് 7 മുതൽ 8 വരെ ഇനി ഇതായിരിക്കും നമ്മുടെ ഏത് ദിവസം? ഇന്ന് മാർച്ച് 29 അല്ലേ? നാളെ 28ആണ്. നാളെ 29, 30 മുതൽ നമുക്ക് 15-ാം തീയതി വരെ ഇനി ഡെയിലി നൈറ്റ് ലൈവ് ഉണ്ടാവും. ആദ്യത്തെ 30 മുതൽ 5-ാം തീയതി വരെ നമുക്ക് ഡൊമൈൻസിന്റെ ലൈവ് ആയിരിക്കും. ഓരോ ദിവസവും ഓരോ ഡൊമൈൻസ് വെച്ച്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി എന്ന രീതിയിൽ. അപ്പൊ നിങ്ങളുടെ ലൈവ് ഉള്ള അന്ന് അവിടെ നിങ്ങളെ ലൈവിൽ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. ഈ ലൈവിൽ നമ്മൾ ഇനി PYQ ഡിസ്കഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയിരുന്നോ? ഈ ലൈവിൽ നമ്മൾ PYQ ഡിസ്കഷൻ ആണ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഒരു ഡെയിലി ഒരു റൊട്ടൈൻ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനിയുള്ള 45 ദിവസത്തേക്കുള്ള രാവിലെ ഇനി ഓരോ ദിവസവും
എന്ത് പഠിക്കണം എന്നുള്ള കാര്യം. ഓക്കെ, ഇനി രാവിലെ ഓരോ ദിവസവും ഈ ജനറൽ ടെസ്റ്റിന്റെ സമയത്ത് എന്ത് പഠിക്കണം എന്നുള്ളതിന്റെ 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് അടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ന്യൂസ് റീഡിങ് കഴിഞ്ഞിട്ട് 10 to 12 ഏത് ഡൊമൈൻസ് ഏതൊക്കെ വിഷയങ്ങളാണ് കാണേണ്ടത്, ക്ലാസ്സുകൾ കാണേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്ത നിങ്ങൾക്കുള്ള ഒരു പ്ലാൻ ഷെയർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണ് ഇതുവരെ പറഞ്ഞത്? അപ്പൊ ഡെയിലി നിങ്ങൾക്ക് എത്ര ടാസ്കുകളാണുള്ളത്? ഡെയിലി നമുക്ക് രാവിലെ 5 മണി മുതൽ എഴുന്നേറ്റിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ പറയുക 6 മണി മുതൽ 8 മണി വരെ ജനറൽ ടെസ്റ്റ് പഠിക്കുക, അതിനുശേഷം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. 9 മണി മുതൽ 10 മണി വരെ ന്യൂസ് റീഡിങ്, കറണ്ട് അഫയേഴ്സ്. നമുക്ക് അതിന്റെ മെറ്റീരിയൽ നമ്മൾ ഷെയർ ചെയ്യും. പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടും ന്യൂസ് വായിച്ചിരിക്കണം. എസ്പെഷ്യലി ഐ പ്രിഫർ ഹിന്ദു. ഹിന്ദു പേപ്പർ, ന്യൂസ് പേപ്പർ വായിക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ഓക്കെ, ലെറ്റ്സ് ലീവ് ഇറ്റ്. മലയാളം തന്നെ വായിച്ചാൽ മതി. നമുക്ക് ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഭരണ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പേജ് ഉണ്ടാവും. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ റീഡ് ചെയ്തിരിക്കണം. ഇന്റേണൽ പൊളിറ്റിക്സ് കാര്യങ്ങൾ, ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റേണൽ ഗവൺമെന്റ് കാര്യങ്ങൾ, നമ്മുടെ സ്റ്റേറ്റ് അതിലുള്ള പദ്ധതികൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ലേറ്റസ്റ്റ് അവാർഡ്സ് കാര്യങ്ങൾ. നമ്മൾ ഓരോ മന്തിന്റെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യും. അതിന്റെ പുറമെ നിങ്ങൾ റീഡിങ്സിൽ, നിങ്ങൾ ന്യൂസ് റീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൊമൈൻസ് പഠിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 2 to 4 ഡൊമൈൻസ് രാവിലെ പഠിച്ച ജനറൽ ടെസ്റ്റ് ഇത് രണ്ടിനെയും റിവിഷന്. രാത്രി 7 to 9, 7 to 8 ലൈവ് PYQ ഡിസ്കഷൻ ലൈവ്. ഇതാണ് ഇപ്പോഴത്തെ സ്കെഡ്യൂൾ. ഓക്കെ, ഇപ്പം ഈ കാര്യങ്ങൾ കറക്റ്റ് ക്ലിയർ ആണ്. ഇനി നമുക്ക് 45 ഡേയ്സിന്റെ ഈ ഒരു ഓർഡറിലേക്കും കറക്റ്റ് പോവാം. ഈ കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മുടെ കോഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇനി അടുത്ത 45 ദിവസത്തേക്ക്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഡാൻജറി മാത്യു ഓക്കെ, എല്ലാവരും ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആയെന്ന് പറഞ്ഞു. റഫ ഓക്കെ, ഓക്കെ ഓക്കെ ഷുവർ. ഇത് നിങ്ങളെ ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. 6 മണിക്ക് ഗ്രൂപ്പിൽ നമുക്കൊരു പുതിയ, നിങ്ങളുടെ ബാച്ചിലേക്ക് പുതിയൊരു മാമിനെ ഞാൻ നിങ്ങളെ അറിയിച്ചു തരികയാണ്. നമുക്ക് മാത്സിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള നാജിയ മാം. ഓക്കെ, നാജിയ മാം ആയിരിക്കും നിങ്ങളുടെ ചീഫ് എക്സാമിനർ ആൻഡ് അക്കാഡമിക് കോർഡിനേറ്റർ ആയിട്ട് അസൈൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ബാച്ചിലുണ്ട്. നാളെ മുതൽ 6 മണിക്ക് അന്ന് പഠിക്കേണ്ടത്, അന്ന് നിങ്ങൾ 6 മുതൽ 8 വരെ പഠിക്കേണ്ട സബ്ജക്റ്റുകളുടെ ലിസ്റ്റും, അതുപോലെ തന്നെ 10 മുതൽ 12 വരെ പഠിക്കേണ്ട ടോപ്പിക്കുകളുടെ നെയിമും നാജിയ മാം പറയും ഗ്രൂപ്പിൽ അന്ന് 6 മണിക്ക്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്കെഡ്യൂൾ, അടുത്ത 20 ദിവസത്തെ സ്കെഡ്യൂൾ ഇപ്പൊ നിങ്ങൾക്ക് PDF ആയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമെങ്കിലും ഡെയിലി ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ നാജിയ മാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതോടൊപ്പം ഇതിന്റെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇതിന്റെ ചാപ്റ്റർ വൈസ്, ഈ സബ്ജക്റ്റിന്റെ ചാപ്റ്റർ വൈസും ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. ഇത് രണ്ടും കമ്പൾസറി ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൽ കുറച്ച് കുട്ടികൾ ഡൗട്ട് ഉണ്ടാവും. ഡൊമൈൻസ് അല്ല ജനറൽ ടെസ്റ്റ് മാത്രം എടുത്തവർ, അവർക്ക് എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക? അവർക്ക് രാവിലെ 6 to 8 ആ ടൈമിലായിരിക്കും. രാവിലെ എന്തായാലും നമ്മൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ രാവിലെയാണ് ഏറ്റവും പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സമയം. നമ്മൾ നെറ്റ്, അതുപോലെ തന്നെ UPSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അവര് ലേറ്റ് നൈറ്റിൽ റീഡിങ്സ് മതിയാക്കിയിട്ട് അവർ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നില്ല. അറൌണ്ട് 4 AM എഴുന്നേറ്റിട്ട് അവര് ഒരു 10 മണി വരെ, നമുക്കറിയാം ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള പഠനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു മൈൻഡിനെ നമുക്ക് വൈകുന്നേരം കംപ്ലീറ്റ്ലി നമുക്ക് പഠനം മൈൻഡിന് ചെയ്യൂല. അപ്പൊ രാവിലത്തെ സമയം നമ്മൾ വേണ്ടി മാറ്റി വെക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, നാജിയ മാം നിങ്ങൾക്ക് 6 മണിക്ക് നിങ്ങളെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും? ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ പറയല്ലോ, 6 മണിക്ക് ഗ്രൂപ്പിൽ എത്തിയ ആളുകളൊക്കെ തിരിച്ച് നാജിയ മാമിനെ വിഷ് ചെയ്യണം, തിരിച്ച് റിപ്ലൈസ് കൊടുക്കണം. നിങ്ങൾ എന്താണോ അന്ന് ഉദ്ദേശിക്കുന്ന ടെസ്റ്റ് ഒരു കോട്ടെ കാര്യങ്ങളായിട്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കാം. ആ ഫസ്റ്റ് പറഞ്ഞൊരു ടോപ്പിക് 6 മണി തൊട്ട് പഠിക്കുക, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. 10-12 ഡൊമൈൻസ് ചെയ്യുക, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഈ മോക്ക് ടെസ്റ്റുകളുടെ വെറുതെ നിങ്ങൾ ചെയ്യുകയല്ല, ഈ മോക്ക് ടെസ്റ്റുകൾ രാത്രി 9 PM ഈ മോക്ക് ടെസ്റ്റുകളുടെ സ്കോർ ആര് അപ്ഡേറ്റ് ചെയ്യും? സ്കോർ ഈ ബാച്ചിന്റെ കംപ്ലീറ്റ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിച്ച സ്കോർ നാജിയ മാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. നാജിയ മാം ഞാനോ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സ് ആരാന്നുള്ള നിലക്കാണ് നമ്മൾ അതിനെ നോക്കുക. ഓക്കെ, ഇതോടുകൂടെ നിങ്ങൾ കഴിഞ്ഞു എന്നല്ല. ഓക്കെ, നമുക്ക് ഈ ഒരു ഡെയിലി റൊട്ടൈൻ പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു ഡെയിലി റൊട്ടൈൻ പ്ലാന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളിത് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്
രാത്രി 9 മണി വരെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു ഡെയിലി പ്ലാൻ ഉണ്ടാവുക. 7 മണി ടു 8 മണി നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്ത്, ലൈവ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളുടെ റിവിഷൻ ചെയ്ത്, ലൈവ് ഇല്ലെങ്കിൽ നിങ്ങൾ അന്ന് ജോയിൻ ചെയ്യേണ്ടതില്ല. അന്ന് പകല് പഠിച്ച കാര്യങ്ങൾ മെഗാ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പിറ്റേന്ന് എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്ത് പഠിച്ചു എന്നുള്ള ഒരു പ്ലാനിങ് കൂടെ ചെയ്തിട്ടായിരിക്കണം പിറ്റേന്ന് കിടന്നുറങ്ങേണ്ടത്. 9:30 നിങ്ങൾ അന്ന് പഠിച്ചത് നിങ്ങൾ ഒരു ഹാബിറ്റ് ട്രാക്കർ ആയിട്ട് ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. അതാണ് അതിന്റെ ഒരു മോഡൽ ഞാൻ കാണിക്കും, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. അപ്പം എൻ്റെ പേരിടുക, ജസ്റ്റ് നിങ്ങൾ 5 മണിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വോക്കപ്പ് അറ്റ് 5 AM ടിക്ക് ഇടുക, ആ ഒരു രീതിയിൽ. എന്നിട്ട് അത് ഒരു സ്കോർ കാർഡ് ആയിട്ട് അത് ഒരു സ്കോർ കാർഡ്, അത് ഒരു എക്സൽ ഷീറ്റിൽ നിങ്ങളുടെ ഹാബിറ്റ് ട്രാക്കർ എന്ന് ആരൊക്കെ കൺസിസ്റ്റന്റ് ആയി പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഡെയിലി നമ്മുടെ മെൻറ്റർ അത് നിങ്ങളെ നിങ്ങളുടെ സ്കോർ കാർഡ് പോലെ തന്നെ നിങ്ങളുടെ ഹാബിറ്റ് കൂടെ എക്സൽ ഷീറ്റിൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഗ്രൂപ്പിൽ ആരാണ് കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് 4 ദിവസം കൺസിസ്റ്റന്റ് ആയി ദിവസങ്ങളോളം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും കൃത്യമായിട്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളാണ് ഇപ്പം 45 ഡേയ്സ് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു നമുക്കുള്ള ഓരോ ദിവസത്തെയും പ്ലാൻ ആണ്. ഇപ്പൊ രാവിലെ 6 മുതൽ 8 വരെ നമുക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും പഠിക്കേണ്ട വിഷയങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. മേ ബി മുമ്പത്തെ ബാച്ചുകളുടെ ആളുകളൊക്കെ എന്തായിട്ടുണ്ടാവും, ഈ കാര്യങ്ങൾ ക്ലാസ്സുകൾ കണ്ടതാണെങ്കിൽ അവർ റിവിഷൻ ചെയ്യുക. അവർ ചെയ്യേണ്ടതിന്റെ ടെസ്റ്റുകൾ 5 എണ്ണവും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റീഡിംഗ് കോമ്പറേഷൻ ആണ്. റീഡിംഗ് കോമ്പറേഷന്റെ 5 ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ടെസ്റ്റുകൾ ഇപ്പൊ നാളെ 29/3/2026 നാളെ ഫസ്റ്റ് നിങ്ങൾ കാണേണ്ടത് ഏതായിരിക്കും? റീഡിംഗ് കോമ്പറേഷന്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നാളെ 6 to 8 വാച്ച് ചെയ്തിട്ട് അതിന്റെ 4 ടെസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യണം. മേ ബി ഇതിന് ഒരു കവർ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് കവറപ്പ് ചെയ്യാനുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. മറ്റന്നാൾ നമ്പർ സിസ്റ്റം ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ സയൻസിന്റെ ആളുകളാണെങ്കിൽ സയൻസിന്റെ ഓരോ ദിവസത്തെയും പ്ലാൻ. സയൻസിൻ്റെത് നാളെ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ 1, 2, 3, 4 പാർട്സ് ആണ് നാളെ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടുള്ള ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഇതൊരു നമുക്ക് 15-ാം തീയതി വരെയുള്ള സ്കെഡ്യൂൾ ആയിട്ട്. ഇപ്പം ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് വാച്ച് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടാവും, ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. ഇത് രണ്ടും അറ്റൻഡ് ചെയ്യണം. ഇത് രണ്ടിന്റെയും സ്കോർ ആയിരിക്കും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. നൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇതുവരെ സ്കോർ നിങ്ങൾ എന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ സ്കോറുകളും നിങ്ങളുടെ റാങ്ക് ഒന്നും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് 45 ഡേയ്സിൽ നിർബന്ധമായിട്ടും ഈ സ്കോറുകൾ അപ്ഡേറ്റ് ചെയ്യുക ഗ്രൂപ്പിൽ. അപ്പൊ നിർബന്ധമായിട്ട് ഇത് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണ്ടാവും, സയൻസിന്റെയും ഓരോന്നിന്റെയും, ഇതിപ്പോ സയൻസിൻ്റെതാണ്. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസിൻ്റെത്, അടുത്തത് കൊമേഴ്സിൻ്റെത് ഞാൻ ഷെയർ ചെയ്യാം ഓരോ ദിവസവും. ഇപ്പൊ നാളെ അക്കൗണ്ടൻസി ആയിരിക്കും ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്, പാർട്ണർഷിപ്പ്. അപ്പം അടുത്ത ദിവസം വരുന്നത് 30-ാം തീയതി വരുന്നത്. ഈ 30-ാം തീയതി മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 30-ാം തീയതി മുതൽ നമുക്ക് ഓരോ ടോപ്പിക്സിന്റെയും ലൈവ് കൂടെ ആഡ് ആവും എന്നുള്ളതാണ്. ഈ 3 സ്കെഡ്യൂളുകളും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇത് ഇന്ന് ഷെയർ ചെയ്യുമെന്ന് മാത്രമല്ല, ഓരോ ദിവസവും നിങ്ങൾക്ക് രാവിലെ അന്നന്ന് ഏത് ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് എന്ന് നമ്മളെ മെൻറ്റർ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അന്ന് ആ കാര്യങ്ങൾ പഠിച്ച് അന്ന് രാത്രി ലൈവ് അറ്റൻഡ് ചെയ്ത് അന്നത്തെ കോട്ട കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ റൈറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് മന്ത്, അതായത് April 10 ആവുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മെഗാ മോക്ക് ടെസ്റ്റ് നടക്കും. April 20 സെക്കൻഡ് മെഗാ മോക്ക് ടെസ്റ്റും സെക്കൻഡ് PYQ എടുക്കും. മെയ് തുടക്കത്തിൽ 3rd മെഗാ മോക്ക് ടെസ്റ്റും ഉണ്ടാവും. ഇതിൽ 3ലും നിങ്ങളുടെ സ്കോർ ഫസ്റ്റ് PYQ സ്കോറിനേക്കാളായിരിക്കണം സെക്കൻഡ് PYQ സ്കോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും നമുക്ക് നെക്സ്റ്റ് 45 ഡേയ്സിന്റെ പ്ലാൻ ആയിട്ട് വരുന്നത്. ഈ പ്ലാൻ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ നാളെ 6 മണിക്ക് നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ നിർബന്ധമായിട്ടും എത്തണം. മാത്രമല്ല 6 മണി മുതൽ 9 മണി വരെയുള്ള നിങ്ങളുടെ ഒരു ഡെയിലി പ്ലാനും ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഡെയിലി ആയിട്ടുള്ള പ്ലാന്. ഇവിടെ ഇപ്പം എൻ്റെ ഒരു പ്ലാന് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ഹാബിറ്റ് ട്രാക്കർ വോക്കപ്പ് അറ്റ് 5 AM കംപ്ലീറ്റ് റെഡി മോർണിംഗ് സ്റ്റഡി ബ്ലോക്ക് 1 ഞാൻ എന്ത് ചെയ്യും, ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്കോർ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഒരു ഡെയിലി പ്ലാൻ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു സെഷൻസ് നോക്കൂ. 5 മണി മുതൽ 5:30 വരെ പ്രെയർ, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ.
അപ്പൊ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണോ എന്നുള്ളത്. 5:30 വരെ ഫ്രഷ് അപ്പ്, ലൈറ്റ്, എക്സർസൈസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഓഫ് കോഴ്സ് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എന്റെ പ്രയറിന് കാര്യങ്ങൾക്കൊക്കെ മസ്ജിദിലേക്ക് പോകുന്ന രീതിയിൽ. ഇപ്പൊ നിങ്ങളുടെ ഇതുപോലെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇപ്പം 6 മണി മുതൽ 8 മണി വരെ ജനറൽ പേപ്പറിന്റെ സ്റ്റഡി കാര്യങ്ങളാണ്. അതിൽ ജനറൽ പേപ്പേഴ്സിൽ നമുക്ക് ഇംഗ്ലീഷും വരും, ജനറൽ ആപ്റ്റിറ്റ്യൂഡും ഇതിൽ വരും. അപ്പം അതിന്റെ ടൈം ടേബിളാണ് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ അതിനുശേഷം 7 മണി മുതൽ 7 വരെ ആ ജനറൽ പേപ്പേഴ്സിന്റെ കാര്യങ്ങൾ കണ്ടതിനുള്ള അതിന്റെ മോക്ക് ടെസ്റ്റുകൾ. ഒന്നാമത് ഞാൻ പറയുന്നത്, ഇപ്പം ജനറൽ പേപ്പർ സ്റ്റഡിന്റെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത് ജനറൽ പേപ്പേഴ്സിന്റെ ക്ലാസ്സുകളിൽ ഫാക്കൽറ്റികൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾ എഴുതിയെടുക്കാറുണ്ടല്ലോ, ആ എഴുതിയെടുക്കുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടാണല്ലോ നമ്മൾ മോക്ക് ടെസ്റ്റുകളിലേക്ക് കടക്കുക. അപ്പൊ ആ മോക്ക് ടെസ്റ്റുകളായിരിക്കണം 7 to 8 മണി മുതൽ ചെയ്യേണ്ടത്. ഏകദേശം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ 9 to 10 ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, റീഡിങ് കറന്റ് അഫയേഴ്സ്, അതായത് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എന്തായാലും ഓരോ മന്തിന്റെയും GK കറന്റ് അഫയേഴ്സ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതെന്തായാലും ഇനി അങ്ങോട്ട് റെഫർ ചെയ്യേണ്ടി വരും. അതിന്റെ പുറമെ ഇതെന്തായാലും നിങ്ങൾ ന്യൂസ് പേപ്പർ ഡെയിലി മസ്റ്റ് ആയിരിക്കണം. അപ്പം നിങ്ങളുടെ ഹാബിറ്റ് ട്രാക്കറിൽ ഞാൻ ചേഞ്ച് ചെയ്യും, റെഡ് ന്യൂസ് പേപ്പർ വായിച്ചു എന്നുള്ളത്. ഓക്കെ. പിന്നെ അതിനുശേഷം 10 to 12 ഡൊമൈൻസ് ആണ് വരുന്നത്. ഇത് ഡൊമൈൻസുകളിൽ നമുക്ക് 2 ടോപ്പിക്സ് ഒരേ തവണ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ്. ഓക്കെ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 10 to 12 ആണ്. അപ്പം നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതിൽ ആരെങ്കിലും മാറ്റം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് പേഴ്സണലി കണക്ട് ചെയ്യണം. ആരെങ്കിലും ഒരു ചെറിയ ചേഞ്ച്, അതായത് അവർക്ക് മേ ബി വേറെ എന്തെങ്കിലും ഇഷ്യൂ കാരണം പകൽ വേറെ എന്തെങ്കിലും ക്ലാസ്സുകളോ വേറെ എന്തെങ്കിലും കോച്ചിങ്ങിനോ പോകുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് അറിയിക്കുക. പിന്നെ ഈവനിങ് ഒക്കെ നിങ്ങളെ റെസ്റ്റ്, വാക്ക്, റിലാക്സ് എന്ന നിലക്കാണ്. ഓക്കെ. 7 to 9 ആണ് നമ്മൾ ലൈവ് ക്ലാസ്. അല്ലെങ്കിൽ ലൈവ് ക്ലാസ് ഇല്ലെങ്കിൽ മെഗാ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. രാത്രി 9 to 9:30 ഡെയിലി റിവിഷൻ നാളത്തേക്കുള്ള പ്ലാൻ ആയിട്ട് കാണുന്നത്. അപ്പൊ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മുടെ ഡെയിലി 45 ഡേയ്സ് ആയിട്ടുള്ള ക്രാഷ് റൺ ചെയ്യാം. അപ്പൊ ഇത് പക്ക നിങ്ങൾ ഫോളോ ചെയ്ത് ടെസ്റ്റുകൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ടെസ്റ്റുകൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ അതിലെന്ത് ചെയ്യും, നമുക്ക് നിങ്ങളെ സ്കോർ കാർഡ് കാര്യങ്ങളൊക്കെ അതിൽ അറിയിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണ്. ഇനി 45 ഡേയ്സിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഹൃതിക് ക്ലിയർ ആണ്. ആൻജറി മാത്യു ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഇതില് ഇനിയും ഞാൻ NCT എക്സാമിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം പറയാണ്. ഇനി NCT എക്സാമിന്റെ ഓവറോൾ ധാരണ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ഓരോ പേപ്പറിലും ഇപ്പം ഇത് ഞാൻ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ പറയാണ്, നമ്മൾ ഒരു എക്സാമിന് ഇപ്പം നമുക്ക് പറയാറുണ്ട് അല്ലേ, ചില ഗെയിംസിലൊക്കെ നമ്മൾ ഒരുപക്ഷെ ലക്കായിരിക്കും. ഇപ്പൊ ലുഡോ കളിക്കുന്ന ഒരാള് അല്ലേ, ലുഡോ കളിക്കുന്ന ഒരാള് മേ ബി ഒരുപാട് ആറുകൾ വീണ ആളാണോ മേ ബി ജയിക്കുക? ഇല്ല. അതിൽ കുറച്ച് സ്ട്രാറ്റജി ഉണ്ട് അല്ലേ. നമുക്ക് ഒരേ സമയം എല്ലാത്തിനെയും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി എല്ലാത്തിനെയും കൂടെ കയറ്റുന്ന ആളുകൾ അല്ലേ. ചില ആളുകൾ എല്ലാം കൂടെ മുന്നിട്ട് കൊണ്ടുപോകും, അവർ ചില ആളുകൾ വെട്ടിക്കളയും അല്ലേ. ഇതിൽ ചെറിയ പാഠങ്ങൾ നമുക്ക് CUET-യിലേക്കുണ്ട്. നമുക്കില്ലേ എല്ലാ സബ്ജക്റ്റുകളും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചില ആളുകൾക്ക് ചില ആവശ്യമില്ല. ഞാൻ പറയേണ്ട കാര്യം, HCU-ലേക്ക് ഒരാൾ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ അവരുടെ ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അവർ ഓരോന്നിനും ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷും ആണ് അവരൊരു സ്പെസിഫിക് സബ്ജക്റ്റിന്റെ ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്നെങ്കിൽ അയാൾ ഈ 2 പേപ്പറിലും നന്നായിട്ട് സ്കോർ ചെയ്തിരിക്കണം. കാരണം അവിടെയൊക്കെ ഇയാൾ സ്കോർ കാർഡ് വെച്ച് അപ്ലൈ ചെയ്യും. നിർബന്ധമായിട്ട് അവർ നോക്കിയതാണ് ഈ 2 ടോപ്പിക്സിൽ അയാൾക്ക് നല്ല സ്കോർ ഉണ്ടോ എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അയാൾ പോയിട്ട് ഫിസിക്സിന് നന്നായിട്ട് സ്കോർ ഉണ്ടാക്കിയിട്ട് അതായത് ആ ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ബാക്കി അയാൾ അപ്ലൈ ചെയ്ത എല്ലാ ടോപ്പിക്സിലും സ്കോർ ഉണ്ടായിരിക്കാറില്ല. ഈ 2 ടോപ്പിക്സിലും നല്ല സ്കോർ വേണം. ഞാനിത് ആദ്യം പറയുന്നുണ്ട്, CUET-യിൽ ഗോൾ സെറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റികൾ എന്ത് ക്രൈറ്റീരിയ പറയുന്നു എന്ന് ആദ്യം സെറ്റ് ചെയ്തിട്ടാണ് പഠനങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. ഓഫ് കോഴ്സ് അതാണ് ഈ ഒരു ഹോൾ ജേണി ഞാൻ ആദ്യം എല്ലാവരോടും പറയാണ്. നമ്മൾ ഈ NCERT എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് മാത്രം
CUT എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഒരു 3 monthsോളം നമ്മളൊരു ലോങ്ങിങ് ചെയ്തിരിക്കുന്ന ഒരു ക്ഷമയുടെ പ്രോസസ്സാണ് CUT സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എന്നറിയാം. ഇപ്പൊ ഞാൻ എൻ്റെ ഒക്കെ ഒരു പേഴ്സണൽ ജേർണി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസിന് CUT എക്സാം എഴുതി. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്തത് എന്താ അറിയോ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലേക്ക് അപ്ലൈ ചെയ്തു, പിന്നെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു. അതായത് നമുക്ക് സ്കോർ കാർഡ് കിട്ടും, എക്സാം എഴുതിയിട്ട് സ്കോർ കാർഡ് കിട്ടും. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ വിളിക്കും അല്ലേ, നമ്മൾ ആ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മുടെ സ്കോർ കാർഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പം ആദ്യം നേരത്തെ അപ്ലിക്കേഷൻ വിളിക്കുന്ന ഇടത്തിൽ നമ്മൾ നേരത്തെ പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു കാര്യം, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറഞ്ഞാൽ ഒരു 3 tier സിസ്റ്റം ആണ്. അവരുടെ ഒരുപാട് കോളേജുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തിട്ട് അതിൽ നമുക്ക് പ്രിഫറൻസ് ലിസ്റ്റ് കോളേജുകൾ കൊടുത്തിട്ട് അതിൽ അവരുടെ ഫസ്റ്റ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സാണ്. ഓക്കെ, അതിൽ അവർ ഫസ്റ്റ് ഇതിൽ നമ്മൾ കൊടുത്ത് നമ്മളെ മാർക്ക് വെച്ചിട്ട് നമ്മുടെ സ്കോർ കാർഡ് വെച്ചിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് കോളേജിൽ നമുക്ക് സ്കോർ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ആദ്യത്തെ അലോട്ട്മെന്റിൽ കിട്ടിയാൽ അവിടെ പോവാം. അതിൽ നമ്മൾ ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കിയാൽ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകുന്ന ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അവർ. ഞാൻ അവിടെ കൊടുത്തിട്ട് എനിക്ക് അവിടെ വരുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്തു, CUKയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അപ്പൊ CUKയിൽ പോയി ജോയിൻ ചെയ്തു. CUKയിൽ ജോയിൻ ചെയ്തതിനു ശേഷം പോണ്ടിച്ചേരിയുടെ റാങ്ക് ലിസ്റ്റ് വന്നു. പക്ഷെ പോണ്ടിച്ചേരിയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അവിടെയും സെലക്ട് ആയിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പോയി പിന്നീടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു, എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ CUK ആണെന്ന് തോന്നിയിട്ട് എൻ്റെ ഫാമിലി പുറത്തോട്ട് വിടാത്തൊരു കാര്യം കൊണ്ട് CUKയിൽ എത്തിപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റിയൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മേ ബി ആ സമയത്ത് ഇപ്പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിഗ്രിക്ക് ഇവിടെ ജോയിൻ ചെയ്യണം അത് ഇതുണ്ടാവും. പക്ഷെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ടാ, എന്നിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നമുക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് അവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും. ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ പോകണം, നമ്മൾ എന്തായാലും പോയിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് സ്കോർ കാർഡ് തൊട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും പോയി അപ്ലിക്കേഷൻ കൊടുത്ത് അവരുടെ റാങ്ക് ലിസ്റ്റ് വന്ന് ഫസ്റ്റ് ഫേസിൽ മേ ബി ഉണ്ടാവില്ല, ചിലപ്പോൾ സെക്കൻഡ് ഫേസിലായിരിക്കും ഉണ്ടാവുക. അന്നപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ അവിടെ പോയി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓക്കെ ആയി എന്നിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ അവിടെ കയറുന്നത്. അപ്പൊ ഇതൊരു 3 monthsന്റെ ജേർണി ഉണ്ടാവും. ഇതിലെപ്പോഴും നമുക്ക് ക്ഷമ അത്യാവശ്യമായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിലാണ് നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ വിലയിരുത്തുന്നത്. അവിടെ എത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇതിൽ ഏറ്റവും വേണ്ടത് തന്നെ, അപ്പം എനിക്ക് ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ഏതാണോ ക്രൈറ്റീരിയ ആ 3 ടോപ്പിക്സിന്റെ മാർക്ക് മാത്രം അവർ നോക്കാം. അപ്പൊ അവിടുത്തെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തിപ്പെടണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് മനസ്സിലെങ്കിൽ അവരെന്താണോ പറയാം എക്സാമിന് നോക്കുന്നത് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാം. ഇപ്പൊ ഒരു സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ആ ക്രൈറ്റീരിയ മനസ്സിലാക്കണം. ഇത് ഞാൻ ആദ്യം പറയുന്നത്. ഇനിയും അത് മനസ്സിലാക്കാതെ പഠിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് എല്ലായിടത്തിലും കിട്ടുമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ഉറപ്പ് വരുത്തണം, എന്നിട്ട് അതിന്റെ പഠനം തുടങ്ങണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മനസ്സാവാച. എനിക്കും ഡൽഹിയിലൊക്കെ വരുമ്പം നിങ്ങളൊക്കെ ഡൽഹിയിലോ ഹൈദരാബാദിലോ പോണ്ടിച്ചേരിയിലോ ഇനി അലിഗഡിലോ ജാമ്യയിലോ എവിടെയായാലും നിങ്ങൾക്ക് അവിടെ നല്ല പഠിക്കുന്ന രാജ്യത്ത് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇനി ഇതിലൊരുപാട് UPSCക്കോ പോകണം താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടാവും, സയൻസ് ഫിസിക്സ് റിസർച്ച് ആയിട്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും. ആ രീതിയിലൊക്കെ എത്ര ഉന്നതമായ സ്ഥലത്ത് നിങ്ങൾ എത്തട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആശംസിക്കുകയാണ്. അതിനൊക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. അത്തരം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇതിലുണ്ട്. അവർക്കൊക്കെ അവരുടെ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ അറിയിക്കണേ. ഇന്നത്തെ ഒരു മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നുകൂടി പറയാണ്. 45 days ക്രാഷ് ബാച്ച് 3 നേരമായിരിക്കും ക്ലാസ് ഉണ്ടാവുക. രാവിലത്തെ ഒരു നേരം ജനറൽ ടെസ്റ്റിന്റെ ക്ലാസ്, ഉച്ചക്ക് എന്തായിരിക്കും ഡൊമൈൻസിൻ്റെ. ഇത് രണ്ടും റെക്കോർഡ് സെഷൻ ആയിരിക്കും. ആപ്പിൽ ക്ലാസ് കണ്ടിട്ട് അതിന്റെ ടെസ്റ്റുകൾ ചെയ്യാനുണ്ടാവും. അതിനുശേഷം വരുന്നത് രാത്രി ലൈവ് ആയിരിക്കും. ആ ലൈവിൽ PYQ ആണ് ഡിസ്കസ് ചെയ്യുക. മാക്സിമം അതിൽ ഇന്ററാക്ട് ചെയ്ത് സംശയങ്ങളൊക്കെ തീർക്കുക. ഇപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ഇപ്പം റിവിഷൻ ചെയ്ത് വന്നവർക്ക് ഓക്കെ ആയിരിക്കും. ഇന്നത്തെ 45 days ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് മേ ബി എല്ലാ ക്വസ്റ്റ്യൻസിനും ഫസ്റ്റ് ആൻസർ കിട്ടോളുന്നില്ല. ആൻസർ കിട്ടാതിരിക്കാനാണല്ലോ നമ്മൾ. ഫസ്റ്റ് ആൻസർ കിട്ടിയ അതിലൊരു ത്രില്ലില്ലല്ലോ. നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് സെഷൻ May 1 മുതൽ 10 വരെയുള്ള ആ ഒരു സമയത്തുള്ള ലൈവ് ക്ലാസ്സുകളിൽ ഇത്തരം കിട്ടുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആവുക. ഇത് തുടക്കത്തിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ലൈവ് വെക്കുകയും അവസാനം ഒരു ലൈവ് വെക്കും. ഓക്കെ,
അപ്പൊ അത്രയാണ്. അപ്പൊ ഇത് ഡെയിലി ടെസ്റ്റുകളുടെ സ്കോർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. സ്കോർ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഡെയിലി രാത്രി ഹാബിറ്റ് ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യണം. ഇതിൽ തന്നെ ഒരാഴ്ച കൺസിസ്റ്റന്റ് ആയിട്ട് ഹാബിറ്റ് ട്രാക്കർ കീപ്പ് ചെയ്ത് 5 മണിക്ക് കഴിഞ്ഞിട്ട് പഠിക്കുന്നവർക്ക് ബെസ്റ്റ് ലേണർ അവാർഡും ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് ബെസ്റ്റ് സ്കോറർ അവാർഡും രണ്ടും നമ്മൾ അനൗൺസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ഞാനുമായിട്ട്. ക്ലിയർ ആണോ എല്ലാവരും? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ലാസ്റ്റ് ഓക്കെ, എന്നാലും നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്താൽ ഒരു 45 മിനിറ്റ്സ് ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇതിൽ എനിക്ക് അടുത്തതായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ളത് ഒന്ന് ആപ്പിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാൻ ഞാൻ ലാസ്റ്റ് ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ സ്റ്റാപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെ അതെ, ബാക്കിയൊക്കെ സെറ്റാണ്, ഇനി പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കിർ ലാസ്റ്റ് ബാച്ചിൽ ചെയ്യുന്ന ബാക്കിർ, അഞ്ജന, അതുപോലെ തന്നെ ജിയ, ഷഹാബ, ഇവരൊക്കെ ഇവിടെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. അതായത് ഞാൻ ഇവർക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷനിൽ എവിടേക്കാണ് ക്ലാസ്സുകൾ എന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യട്ടോ. ഓക്കെ, ലാസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, സ്റ്റേ ബാക്ക് ചെയ്യാം. ഓക്കെ, തേർഡ് ബാച്ച് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് നിൽക്കണം? വേണ്ട ഋതികക്ക് ആപ്പിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്സസ് എങ്ങനെ മനസ്സിലായതല്ലോ യൂസിങ്? ഓക്കെ, അങ്ങനെയാണ് ഋതിക്ക് ലീവ്. ഞാൻ ഇനി ആപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ക്ലാസ്സുകൾ കാണേണ്ടത്, ടെസ്റ്റുകൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, വേണമെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് ലാസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾ ഒന്ന് ഇത് ചെയ്യോ? ന്യൂ ബാച്ച് റമീസിന് ഞാൻ ആക്ച്വലി ആപ്പിന്റെ ഡെയിലി ക്ലാസ്സുകൾ കാണുന്ന ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അഞ്ജനക്കും ഷഹാബ ലാസ്റ്റ് ജോയിൻ ചെയ്ത ആളുകൾക്ക്. അപ്പൊ അവരൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ നമുക്ക് 45 ഡേയ്സിലേക്ക് ഇന്നലെ ജോയിൻ ചെയ്ത ആളുകൾ. ഷഹാബ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പേര്, സ്ഥലം, എന്ത് ചെയ്യുന്നു, +2, എവിടെ പഠിക്കാനാണ് താല്പര്യം? ഷഹാബ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ പറഞ്ഞോളൂ ഷഹാബ. സാർ, എന്റെ പേര് ഷഹബ നൂറിൻ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, ഇപ്പൊ ഏതായിരുന്നു സ്കൂള്? മാതമംഗലം CPNSGHS മാതമംഗലം. ഓക്കെ, ആയിക്കോട്ടെ. ഏതൊക്കെയാണ് CUT എക്സാമിന് അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്? ഏതൊക്കെയായിരുന്നു? ഞാൻ മെയിൻ ആയിട്ട് സോഷ്യോളജിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. ഏതാണ് പ്രിഫേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നത്. ഓക്കെ ഓക്കെ, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയകൾ ക്ലിയർ ആണല്ലോ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ +2 ഹ്യൂമാനിറ്റീസ് ആണല്ലേ പഠിച്ചിരിക്കുന്നത്? അതെ അതെ. ഓക്കെ, അതിൽ പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയല്ലേ കൊടുത്തത്? അതെ അതെ. ഓക്കെ, ആയിക്കോട്ടെ, ഷുവർ. പിന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഓക്കെ, ഓൾ സെറ്റ് ക്ലിയർ ആണല്ലോ ഇന്നത്തെ കാര്യങ്ങൾ? സെറ്റ് ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് അഞ്ജന, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഹായ് സർ, പറഞ്ഞോളൂ. എന്റെ പേര് അഞ്ജന, ഞാനും കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, ഞാന് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി രണ്ട് സ്ഥലത്ത് ഏതൊക്കെ സ്ഥലം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ്, അല്ല ഏത് വിഷയത്തിനാണ് അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏത് സബ്ജക്റ്റ്? ഹൈദരാബാദ് ആണെങ്കിൽ ഞാൻ എക്കണോമിക്സ് ആണ് വിചാരിക്കുന്നത്. ഡൽഹി കിട്ടിയാൽ BCom പോവാൻ. ഓക്കെ, ആയിക്കോട്ടെ. രണ്ടിനും ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണല്ലോ അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്? അതെ അതെ. ഓക്കെ, ആയിക്കോട്ടെ, ഷുവർ. ഓക്കെ, നെക്സ്റ്റ് ബാക്കിർ. ഹായ് സർ, ഓക്കെ, എന്റെ പേര് മുഹമ്മദ് ബാക്കിർ, ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഓക്കെ, ഞാൻ
ഹൈദരാബാദിലുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റി? ഇഫ്ലു യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നത്. ഓക്കെ, ഇഫില് നോക്കുന്നുണ്ട്. പിന്നെ അവിടെ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ആണോ നോക്കുന്നത്? അതെ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഇംഗ്ലീഷിന് നന്നായിട്ട് ഫോക്കസ് കൊടുക്കണം. ഇംഗ്ലീഷിന്റെ PYQ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. അടുത്തത് ഐഷ അവൈലബിൾ ആണോ? ഫാത്തിമ മിൻഷ? ഫാത്തിമ മിൻഷ? ജിയ അവൈലബിൾ ആണോ? ഹന? ജിയ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എന്റെ പേര് ജിയ മേരി തോമസ്. ഞാൻ പാലക്കാട് നിന്നാണ്. ഓക്കെ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നോക്കുന്നത്? ഏതൊക്കെ കോഴ്സ്, ഏതൊക്കെ പേപ്പേഴ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഇതും കൂടിയാണ് പറയേണ്ടത്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയും ബനാറസ് ആണ് നോക്കുന്നത്. ബികോം ആണോ? ബികോമും പിന്നെ എക്കണോമിക്സ്. ഏതൊക്കെ പേപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്? അക്കൗണ്ടൻസി, എക്കണോമിക്സും ബിസിനസ്സും. ഓക്കെ. ഡൽഹിക്ക് അക്കൗണ്ടൻസിയുടെ ഒരു ഓപ്ഷൻ ആയിരിക്കില്ല നോക്കിയിരിക്കുന്നത്. ഓക്കെ. അക്കൗണ്ടൻസ് ഡൽഹിയുടെ ക്രൈറ്റീരിയ ഒക്കെ ഓക്കെ ആയിരുന്നല്ലോ. ഓക്കെ. ഹന ലൈവ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഹായ് സാർ. പറഞ്ഞോളൂ ഹന. ഹന തനസ്സും. ഓക്കെ. ഞാന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നത്. ഓക്കെ. ഫിസിക്സ് ആണ് ഫോക്കസ് ചെയ്യണത്. ഫിസിക്സ്. ഓക്കെ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ AMUയുടെ അവരുടെ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നോ? ഓക്കെ, ആയിക്കോട്ടെ, ഷുവർ. പിന്നെ ഫിസിക്സ്. ഓക്കെ, നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. വേറെ നോക്കുന്നുണ്ടോ? വേറെ നോക്കണില്ല. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് നോക്കുന്നുണ്ട്. ഓക്കെ. അവരുടെ എൻട്രൻസ് സെന്റർ എവിടെയാ കൊടുത്തിരിക്കുന്നത്? കാലിക്കറ്റ് ആണോ? കാലിക്കറ്റ് ഉണ്ട്. ഓക്കെ. എന്നാണ് എക്സാം ഡേറ്റ്? കറക്റ്റ് ക്ലിയർ ആയോ? ഇല്ല. ഓക്കെ, അത് അവര് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് CUETയുടെ ഇത്ര ഒരു ഇത് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ ഫോക്കസ്ഡ് ആവേണ്ടി വരും കേട്ടോ. ഈ ഒരു സ്കെഡ്യൂൾ വെച്ച് പോയാൽ മേ ബി പാളും. കാരണം ഇത് CUET വെച്ചിട്ടാണ് May 11 വരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുമ്പാണ് ഫിസിക്സ് എക്സാം എങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ മാറണം. ഓക്കെ. പിന്നെ സമീറ ദീപു അടുത്തത് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഹന. സജ മൈമുൻ? ഓക്കെ. പവൻ മീറ്റിംഗിലുണ്ടോ? ഓക്കെ, ആയിക്കോട്ടെ. ഇനി ആരെങ്കിലും എനിവൺ എൽസ് ടു ഇൻട്രൊഡ്യൂസ്? ഓക്കെ, ആരും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പറയൂ. ഞാനിപ്പോ നൈറ്റ് കുറച്ച് മുന്നേ ജോയിൻ ചെയ്തതാണ് ഈ അതെ. ഇപ്പൊ മീറ്റിംഗ് തുടങ്ങി. ഇപ്പൊ 7 മണിക്ക് ജോയിൻ ചെയ്താണോ? അതെ. ഓക്കെ, ആയിക്കോട്ടെ. എന്തായിരുന്നു പേര്? റേന ആത്തിഫ് അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. നമ്മളിവിടെ 45 ഡേയ്സിന്റെ ഒരു എങ്ങനെയാണ് ക്ലാസ്സുകൾ വർക്ക് ചെയ്യുന്ന ഒന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കയറിയിരുന്നോ? ഞാൻ കുറെയൊക്കെ ക്ലാസ് കേട്ടു. ഓക്കെ, ആയിക്കോട്ടെ, ഷുവർ. അപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി എങ്ങനെയാണ് ആപ്പ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ 2 സെഷനിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. അതിൽ ഫസ്റ്റ് സെഷനിലും സെക്കൻഡ് സെഷനിലും റെക്കോർഡ് ആയിരിക്കും, നൈറ്റ് ആയിരിക്കും ലൈവ് വരിക. അപ്പം ഈ ഫസ്റ്റ് സെഷനിലും സെക്കൻഡ് സെഷനിലും നിങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷനിൽ ജനറൽ ടെസ്റ്റിന്റെ കാര്യങ്ങൾ കാണേണ്ടത് എന്നുള്ള നിലക്കാണ് കേട്ടോ. ജനറൽ ടെസ്റ്റിൻ്റെതും ഇതിൻ്റെതും ഞാൻ ഇവിടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. എല്ലാവർക്കും ആപ്ലിക്കേഷൻ തുറക്കുമ്പം ഇങ്ങനെ ഒരു ഇന്റർഫേസ് എല്ലാവർക്കും ലഭിക്കും അല്ലേ? നമ്പർ അടിച്ചിട്ട് OTP അടിച്ചിട്ട് കയറാം.
OTP നിങ്ങളെ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. ഒരു OTPന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. അപ്പം ഇതിലിങ്ങനെ വന്നാൽ നമുക്കിപ്പോൾ 2 കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ജനറൽ ടെസ്റ്റ് എടുത്തവരാണെങ്കിൽ NCT CUT AMU ജനറൽ ടെസ്റ്റ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടാവും. ഇനി നിങ്ങൾ അതിന്റെ ഒപ്പം CUT UG കൊമേഴ്സ് ആണ് നോക്കുന്നത്, കൊമേഴ്സ് ഉണ്ടാവും. സയൻസുകാർക്കാണെങ്കിൽ CUT UG സയൻസ് ഉണ്ടാവും. ഹ്യൂമാനിറ്റീസ് ഉണ്ടാവും. നമ്മൾ രാവിലത്തെ 6 മണി മുതൽ 8 മണി വരെയുള്ള ജനറൽ ടെസ്റ്റിന്റെ ക്ലാസ്സുകളുടെ മൊത്തം ക്ലാസ്സും ഇതിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഇംഗ്ലീഷും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ 4 സബ് ടോപ്പിക്സ് ആയിട്ടുള്ള ലോജിക്കൽ റീസണിങ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, സ്റ്റാറ്റിക് GK, ഇത് 3 ഉണ്ടാവും. ഈ കറന്റ് അഫയേഴ്സ് ആണ് നമ്മൾ ന്യൂസ് റീഡ് ചെയ്തിട്ടുണ്ടാക്കുന്നതും നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഷെയർ ചെയ്തിട്ടുണ്ടാക്കുന്നതും. ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കയറിയാൽ നമ്മുടെ ജാമ്യ മില്ലിയ ഫാക്കൽറ്റിയുടെ സാന്ദ്ര മാമിന്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളുണ്ട്. അപ്പൊ നാളെ കാണുന്നത് ഈ ക്ലാസ് ആണ്, റീഡിംഗ് കോമ്പ്രഹൻഷൻ. 4 ക്ലാസ് ഉണ്ട്, അരമണിക്കൂറിന്റെ വീതം. അപ്പൊ 2 മണിക്കൂർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ കയറിയിട്ട് നമ്മുടെ റീഡിംഗ് കോമ്പ്രഹൻഷന്റെ ക്ലാസ്സുകൾ കാണുക. അതിനുശേഷം അതിൽ അസൈൻമെന്റും അതിൽ കുറച്ച് വർക്കുകളൊക്കെ തരും. ഓക്കെ, അതിനുശേഷം മറ്റന്നാൾ അടുത്ത ദിവസം കാണേണ്ട ക്ലാസ്സുകൾ ഓർഡറിൽ ഇവിടെ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തരുന്നതനുസരിച്ച് നിങ്ങൾ കാണുക. ഓക്കെ, ലോജിക്കൽ റീസണിങ്ങിന്റെ ക്ലാസ്സുകൾ ഈ ഒരു സെഷനിലാണ് ഉണ്ടാവുക. ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സുകൾ ഈ ഒരു സെഷനിലാണ് ഉണ്ടാവുക. പിന്നെ സ്റ്റാറ്റിക് GKന്റെ ക്ലാസ്സുകൾ ഈ ഒരു സെഷനിലാണ് ഉണ്ടാവുക അടുത്ത. ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ, ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ടല്ലോ 501ന്റെ, ആ പേപ്പറിൽ സിലബസ് കൊടുത്തിരിക്കുന്നത് 4 ടോപ്പിക്സ് ആണ്: ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, സ്റ്റാറ്റിക് GK, അതായത് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ്. അപ്പം ഇത് 4ഉം കൂടെ 25 മാർക്ക്, 50 മാർക്കിനാണ് മൊത്തം ചോദിക്കുക. ഓക്കെ, ഇപ്പൊ മേ ബി ചില ഇയറിൽ GK കുറച്ച് കുറവായിരിക്കും, ചില ലോജിക്ക് കുറച്ച് കൂടുതലായിരിക്കും, അങ്ങനെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. യെസ്, PYQ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നേരത്തെ. അതായത് നമുക്ക് എന്ത് ചെയ്യും, മാർച്ച് എന്താ പറയാ ഏപ്രിൽ 10th ഫസ്റ്റ് PYQ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ PYQകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഓക്കെ, പിന്നെ 20th സെക്കൻഡ് PYQ, 13th നെക്സ്റ്റ് PYQ ആയിട്ട് 3 PYQ ടെസ്റ്റുകൾ ഉണ്ടാവും. CUTയുടെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ആ ടെസ്റ്റുകൾ നമ്മൾ അവൈലബിൾ ആക്കും. ആ ടെസ്റ്റ് ചെയ്യുക, പിന്നെ ആ PYQന്റെ ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഉണ്ടാവുക. കാരണം ഇതിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും. ഇപ്പൊ മേ ബി ഇതിൽ നമ്മൾ കവർ ചെയ്യാത്ത ടോപ്പിക്സ് പോലും അവർ നാളെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും വാസ്താണ് ടോപ്പിക്. നിങ്ങൾ ഈ കാണുന്ന ഈ ഹെഡിങ് മാത്രമേ അവരെന്തായിട്ടുള്ളൂ NTA സൈറ്റിൽ തന്നിട്ടുള്ളൂ. ലോജിക്കൽ റീസണിംഗ് ഒന്നും കൊടുത്തിട്ടുണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഒന്നും, ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളത് എന്തും അവർക്ക് ചോദിക്കാം. അപ്പൊ നമ്മളിത് ഡിസ്കസ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കും. ഒരു കഴിഞ്ഞ വർഷത്തെ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്യാം. ബാക്കി നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരും. അപ്പം ഇനി അടുത്തത് നിങ്ങളുടെ ഡൊമൈൻ ക്ലാസ്സുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസിൻ്റെതാണെങ്കിൽ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, ഇത് രണ്ടും ഇവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സയൻസിൻ്റെതാണെങ്കിൽ സയൻസിൽ ഉണ്ടാവും, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി. ഓക്കെ, ഇതിലായിരിക്കും അതിന്റെ ക്ലാസ്സുകൾ. കെമിസ്ട്രിയിൽ കയറിയാൽ കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ കാണാം നിങ്ങൾക്ക്. ഹായ് മക്കളെ, അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പം അടുത്ത ഇതിന്റെ ഓരോ ചാപ്റ്റേഴ്സിനും അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസം കാണാൻ പറ്റുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, അന്നന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് ഡെയിലി നമുക്ക് എന്ത് ചെയ്യും, റെക്കോർഡഡ്, ഇപ്പം ലൈവ് ക്ലാസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഷെഡ്യൂൾ കുറച്ചിട്ടുണ്ടാവും. 3 നേരങ്ങൾ ക്ലാസ്സുകൾ ഇരിക്കുന്നതും കൊണ്ട് മേ ബി ചടപ്പാകുന്നത് കൊണ്ട്. അപ്പം നമുക്ക് ഏപ്രിൽ 10th മുതൽ എന്തായിരിക്കും കുറച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ ഇൻക്ലൂഡ് എക്സ്ട്രാ ആയിട്ട് വരും. ഈ ഒരു രീതിയിലാണ് സ്കെഡ്യൂൾ. അപ്പൊ എക്കണോമിക്സ് ആരെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് എക്കണോമിക്സിന്റെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും എക്സ് നൽകിയിട്ടുണ്ടാവും. ഇനി ആർക്കെങ്കിലും എക്സ് കിട്ടാത്തുണ്ടെങ്കിൽ ഇതൊന്ന് അറിയിക്കുക. എക്കണോമിക്സ് ഓപ്റ്റ് ചെയ്ത ആളുകളാണെങ്കിൽ അതിലായിരിക്കും എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ ഫുൾ ഉണ്ടാവുക. ഇനി കൊമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഇതിന്റെ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഹോം എല്ലാവരും കണ്ടല്ലോ. ഇതിൽ 3ാമത്തെ ഭാഗത്ത് ടെസ്റ്റ് എന്ന ഭാഗത്ത് വന്നാൽ നമ്മൾ ആദ്യം മുകളിൽ 3 ഡോട്ട് ഉണ്ടാവും. അവിടെ കോഴ്സിൽ പോയിട്ട് ഇപ്പം നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റിന്റെ ടെസ്റ്റ് ആണ് ചെയ്യണമെങ്കിൽ NCT CUT ജനറൽ ടെസ്റ്റ് എന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ അടിയിൽ സെലക്ട് സബ്ജക്റ്റ് എന്ന് കണ്ടോ, അവിടെ നിങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് ആണ് നാളെ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്താൽ ഇംഗ്ലീഷിലല്ല, ഇംഗ്ലീഷ് ചൂസ് ചെയ്താൽ ഇംഗ്ലീഷിൽ എല്ലാ ടെസ്റ്റുകളും വരും. കണ്ടോ, റീഡിംഗ് കോമ്പ്രഹൻഷന്റെ 1ാമത്തെ ടെസ്റ്റ്, താഴോട്ട് പോയ റീഡിംഗ് കോമ്പ്രഹൻഷൻ 2, 4, 3, 5 എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഓരോ ടോപ്പിക്സിന്റെയും ടെസ്റ്റുകൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിൽ തന്നെ ഓരോ ടോപ്പിക്സിലെയും PYQs, വോയിസിന്റെയും ജമ്പിളിന്റെയും സിനോണിമിന്റെതും ഓരോന്നിൻ്റെതും ഇതിലുണ്ടാവും. ഓക്കെ,
മെഗാ ടെസ്റ്റിൽ 2 PYQs ആഡ് ചെയ്തിട്ടുള്ള ബാക്കി ആഡ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സയൻസിലേക്ക് പോയാൽ CUT UG സയൻസ് എടുത്താൽ ആദ്യം കെമിസ്ട്രി എടുത്താൽ കെമിസ്ട്രിയുടെ എല്ലാ പാഠത്തിൻ്റെയും ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഉണ്ടാവും. മെഗാ ടെസ്റ്റിൽ ഫിസിക്സ് PYQ. ഓക്കെ, ഇനി ഫൗണ്ടേഷനിൽ ഫിസിക്സ് എടുത്താൽ ഫിസിക്സിന്റെ എല്ലാ ഫൗണ്ടേഷൻ ടെസ്റ്റുകളും ഉണ്ടാവും, എല്ലാ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും ഉണ്ടാവും. ഈ ടോപ്പിക് വൈസിൽ PYQs ആയിരിക്കും. ഈ ടോപ്പിക് വൈസിലെല്ലാം നിങ്ങൾ തന്നിരിക്കുന്ന PYQs മാത്രമായിരിക്കും. അടുത്തത് മാത്സിന്റെ നോക്കിയാൽ മാത്സിന്റെ ഉണ്ടാവും, ബയോളജിയുടേത്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇനി ഹ്യൂമാനിറ്റീസിന്റെ ആണ് ഹ്യൂമാനിറ്റീസിൻ്റെത് ഓരോന്നിൻ്റെയും വരും. ഇനി ഏതെങ്കിലും ടെസ്റ്റുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടില്ലെങ്കിൽ നേരത്തെ കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റുകൾ ചെയ്യുക, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ആപ്ലിക്കേഷന്റെ കറക്റ്റ് കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നോ? ക്ലിയർ അല്ലേ? കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നമുക്ക് ഫൗണ്ടേഷൻ ടെസ്റ്റും ടോപ്പിക് വൈസ് ടെസ്റ്റും മെഗാ ടെസ്റ്റും ഇല്ലേ? അപ്പൊ ഇതിൽ ഫൗണ്ടേഷൻ ടെസ്റ്റ് 3 ടൈപ്പ് ഓഫ് ടെസ്റ്റ്. മനസ്സിലായില്ല, ഒന്നുകൂടെ പറയോ? നമുക്ക് 3 ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ ചെയ്യാനില്ലേ? 2 ടൈപ്പ്. മെഗാ ടെസ്റ്റ് നമുക്ക് PYQ ടെസ്റ്റ് ആയിട്ടേക്ക് ഉണ്ടാവുക. എന്നും എന്തായാലും ഫൗണ്ടേഷൻ ടെസ്റ്റുകളായിരിക്കും ചെയ്യാനുണ്ടാവുക. പിന്നെ ഇൻസ്ട്രക്ഷൻസ് തരുന്നതിനനുസരിച്ചിട്ടാണ് മറ്റേത് ചെയ്യേണ്ടത്. അതെ, ഗ്രൂപ്പിൽ 6 മണിക്ക് ഇൻസ്ട്രക്ഷൻ തരും. അന്ന് കാണേണ്ട ക്ലാസ്സുകളും അന്ന് ചെയ്യേണ്ട ടെസ്റ്റുകളും. ഓക്കെ, വീഡിയോ ഓഫായിരുന്നു. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നോ? എന്തെങ്കിലും CUT പരമായി ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെയോ നാജിയ മാമിനെയോ കണക്ട് ചെയ്യട്ടോ. ഗ്രൂപ്പിൽ നമ്പർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ? ഓൾ സെറ്റ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. ഓക്കെ, ആയിക്കോട്ടെ, ശരി. ഓക്കെ, നാളെ എല്ലാവരും നൈറ്റ് സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യണം എന്തായാലും. ഓക്കെ. കുറച്ച് ടോപ്പിക്കുകളായിട്ട് വേർതിരിച്ച്